വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് മൊഡ്യൂൾ 2 എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു തിയറി പാർട്ടാണ്. ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റനെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് എക്സ്ട്രാക്റ്റ് ചെയ്യും ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അതാണ് സിംപ്ലി ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഫിഗർ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. ഡിസ്കവറിയിൽ നിന്നാണ് നമ്മൾ ഡേറ്റ പ്രിപ്പറേഷനിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് മോഡൽ പ്ലാനിങ്, ദെൻ മോഡൽ ബിൽഡിംഗ്, ആഫ്റ്റർ ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് റിസൾട്ട്സ്, ദെൻ ഫൈനലി ഓപ്പറേഷണലൈസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിഗർ വരുന്നത്. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുക. ആദ്യം ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് എഴുതിയിട്ട് ഈ ഫിഗർ വരയ്ക്കുക. ഇനി ഓരോ ഫേസിനെ കുറിച്ചും പറയണം. ഫസ്റ്റ് ഫേസ് ആണ് എന്ത്, നമ്മുടെ ഡിസ്കവറി എന്നുള്ളത്. ഡിസ്കവറിയിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോബ്ലം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. എന്നിട്ട് എന്താണ് നമ്മുടെ ഗോള്, അതേപോലെ തന്നെ റിസോഴ്സസ് എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ബിസിനസ് പ്രോബ്ലം, ഗോൾസ് ആൻഡ് റിസോഴ്സസ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട ഡേറ്റ സോഴ്സസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഐഡൻറ്റിഫൈ ഡേറ്റ സോഴ്സസ്. അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു ഫുഡ് ഡെലിവറി ആപ്പ്, അത് പെട്ടെന്ന് അവരുടെ ആപ്പിൽ ഉണ്ടാകുന്ന ഓർഡേഴ്സിൻ്റെ ഡ്രോപ്പ്, അതായത് പെട്ടെന്ന് ഓർഡേഴ്സ് കുറയുവാണ്, അത് നോട്ടീസ് ചെയ്തു. അതാണ് ഇവിടെ ഡിസ്കവറി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫേസ് 2 എന്ന് പറയുന്നത് ഡേറ്റ പ്രിപ്പറേഷനാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ട ഡേറ്റ കളക്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും അത് നമുക്ക് വേണ്ട രൂപത്തിലോട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതും ഈ ഒരു ഡേറ്റ പ്രിപ്പറേഷനിലാണ്. നമ്മുടെ റോ ഡേറ്റ എന്ന് പറയുന്നത് എപ്പോഴും അതിൽ ഫുള്ള് നോയ്സ് ഒക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഉള്ള നോയ്സ് എല്ലാം ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കണം. ETL എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്റ്റ്, ട്രാൻസ്ഫോം ആൻഡ് ലോഡ് എന്നുള്ളതാണ്. ETL പ്രോസസ്സാണ് നമ്മളവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡേറ്റ സെറ്റിനെ നമ്മുടെ അനാലിസിസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ഡേറ്റ സെറ്റ് ഫോർ അനാലിസിസ്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഫേസ് 1 ഡിസ്കവറി അല്ലായിരുന്നു, അതായത് ഡെലിവറി ഡ്രോപ്പ് ആവുന്നതിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഡേറ്റ പ്രിപ്പറേഷനിൽ അവിടെ എന്താ നടക്കുന്നത്, കളക്ട് ഓർഡർ ഡേറ്റ. നമ്മൾ ഇത്രയും ദിവസം എടുത്ത ഓർഡർ ഡേറ്റ കളക്ട് ചെയ്തു. അതേപോലെ തന്നെ ഡെലിവറി ചെയ്ത ടൈം എല്ലാം കളക്ട് ചെയ്തു. അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ റേറ്റിംഗ്സ് എത്രത്തോളം ഉണ്ടെന്ന് കളക്ട് ചെയ്തു. അതിൽ നിന്നും എന്തെങ്കിലും എറേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തു. അതാണ് സിംപ്ലി ഡേറ്റ പ്രിപ്പറേഷൻ ഫേസിൽ വരുന്നത്. ഫേസ് 3 ആണ് മോഡൽ പ്ലാനിങ് എന്നുള്ളത്. അതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട മെത്തേഡ്സ്, ടെക്നിക്സ്, ടൂൾസ് ഇതെല്ലാം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മോഡൽ പ്ലാനിങ്ങിൽ നടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നടക്കുന്നതാണ് വേരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും. അതിൻ്റെ എക്സാമ്പിളാണ് ഡിസൈഡ് ടു അനലൈസ് കസ്റ്റമർ ബിഹേവിയർ പാറ്റേൺസ്. കസ്റ്റമറിൻ്റെ ബിഹേവിയർ പാറ്റേൺസ് എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ മോഡൽ പ്ലാനിങ്ങിൽ വരുന്നത്. ഇനി ഫേസ് 4 ആണ് മോഡൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. മോഡൽ ബിൽഡിംഗിൽ എന്താ ചെയ്യുന്നത്, നമുക്ക് വേണ്ട മോഡൽസിനെ, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലിനെ ബിൽഡ് ചെയ്യുക. അതേപോലെ തന്നെ ആ മോഡലിനെ ട്രെയിൻ ചെയ്യുക. ലാസ്റ്റ് ഈ ട്രെയിൻ ചെയ്തെടുത്ത മോഡലിനെ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യുക ആ മോഡലിനെ. ഇനി അത് കഴിഞ്ഞ് വരുന്നതാണ് യൂസ് ഡേറ്റ സെറ്റ് ഫോർ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഡേറ്റ സെറ്റ് ഉപയോഗിക്കണം. ആ ട്രെയിൻ ചെയ്ത മോഡലിനെയാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് കൊടുക്കുന്നത്. ഇനി ഇവിടെ എക്സാമ്പിൾ പറയുന്നതാണ് ബിൽഡ് എ മോഡൽ ടു പ്രെഡിക്റ്റ് കസ്റ്റമർ ഹൂ മേ സ്റ്റോപ്പ് ഓർഡറിങ്. അതായത് നേരത്തെ ഓർഡർ ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിൽ നിന്നും പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നത് കുറച്ച്, അതായത് ഓർഡർ ചെയ്യാത്ത കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് പറയുന്നത് എന്താണ്, ഫേസ് 5 പറയുന്നതാണ് കമ്മ്യൂണിക്കേറ്റ് റിസൾട്ട്സ്. അതായത് നമ്മൾ ഇപ്പോൾ ഇതുവരെ കണ്ടുപിടിച്ച പ്രസൻറ്റ് ഫൈൻഡിങ്സ് എല്ലാം നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഡിസ്കസ് ചെയ്യണം. ഐഡൻറ്റിഫൈ കീ ഇൻസൈറ്റ്സ് ആൻഡ് ബിസിനസ് വാല്യൂ. നമ്മൾ കീ ഇൻസൈറ്റ്സും അതേപോലെ തന്നെ ബിസിനസ് വാല്യൂസും ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് റിപ്പോർട്ട് കൊടുക്കുക. അതായത് നമ്മുടെ ഈ ഡെലിവറി ലേറ്റായി വന്നത് ഒരു കാരണമല്ലേ, അതേപോലെ തന്നെ പെട്ടെന്ന് ഫുഡിൻ്റെ പ്രൈസ് കൂടിയത്, അതെല്ലാം കാരണമാണ് ഈ ഓർഡേഴ്സ് റെഡ്യൂസ് ചെയ്തത്. റിപ്പോർട്ട് ഷോസ് ലേറ്റ് ഡെലിവറി ആൻഡ് ഹൈ പ്രൈസ്. അതാണ് എന്ത് ചെയ്തത്, ഓർഡേഴ്സ് റെഡ്യൂസ് ചെയ്തത്. ഇനി ഫേസ് 6 ആണ് ഓപ്പറേഷണലൈസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇത്രയും നേരം ബിൽഡ് ചെയ്തെടുത്ത മോഡലിനെ റിയൽ സിസ്റ്റത്തിലോട്ട്, അതായത് റിയൽ വേൾഡിലോട്ട് ഡിപ്ലോയ് ചെയ്യാൻ പോവാണ്. മോണിറ്റർ ആൻഡ് ഇംപ്രൂവ് പെർഫോമൻസ്. അത് മോണിറ്റർ ചെയ്ത് പിന്നെയും എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ പെർഫോമൻസ് കൂട്ടിക്കൊണ്ടുവരിക. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇംപ്രൂവ് ഡെലിവറി സിസ്റ്റം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കുക. നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്കും സ്ലോ ഡെലിവറി ആയിരുന്നു, അതായത് കറക്റ്റ് ടൈമിലൊന്നും എത്തത്തില്ലായിരുന്നു. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ആ ഡെലിവറി സിസ്റ്റം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കുക. അതേപോലെ തന്നെ ട്രാക്ക് ഇൻക്രീസ് ഇൻ ഓർഡേഴ്സ്. ഇപ്പോൾ ഉണ്ടായ, അതായത് ഇത്രയും മാറ്റങ്ങൾ വരുത്തിയപ്പോൾ നമ്മുടെ ഓർഡേഴ്സിലുണ്ടായ ഇൻക്രീസ് നമ്മൾ ട്രാക്ക് ചെയ്യുകയും വേണം. അപ്പോൾ ഇത്രയാണ് സിമ്പിളി നമ്മുടെ ഡേറ്റ അനലിറ്റിക്സ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇത് ഇത്രയും വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ.